വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇപ്പോഴുള്ള കുറച്ച് വീഡിയോസിൻ്റെ ഒക്കെ ഇൻട്രോ എന്ന് പറയുന്നത് ഓണപ്പൂക്കളം തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഓണമല്ലേ, അപ്പോൾ പിന്നെ അതങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ വേറെ ഒന്നല്ല, ഓണത്തിന് മാത്രമല്ല ഇപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു വെറൈറ്റിക്ക് അതും കടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് എന്നും പതിവ് പോലെ തന്നെ എൻ്റെ ജോലികളിലേക്കൊക്കെ ഞാൻ കടന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചോറിനുള്ള തീ കത്തിക്കലും അരിയിടലും എല്ലാം കഴിഞ്ഞു. അതിന് ശേഷമാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചുവിന് റൈസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ബിരിയാണി റൈസ് പോലെ വെച്ച് കൊടുക്കണമെന്ന്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് വഴറ്റി കൊടുക്കണത്. അപ്പോൾ അരിയൊക്കെ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ആകെ ഈ ഒരു ഇത്തിരി അരി തന്നെ ഉണ്ടാകുന്നുള്ളൂ കേട്ടോ. ഒരു ഗ്ലാസ് അരി ഉള്ളൂ. അപ്പോൾ ഒരു ഗ്ലാസ് പറയുമ്പോൾ ചെറിയൊരു ഗ്ലാസ് അരി കേട്ടോ. അപ്പോൾ അതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവന് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് എന്തായാലും ഇപ്പോൾ അത് മൊത്തം നമ്മൾ കൊണ്ടുപോയില്ല. അപ്പോൾ കുറച്ച് തുമ്പിക്കുട്ടിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ റൈസും കാര്യങ്ങളൊക്കെ അങ്ങനെ റെഡി ആയിട്ടോ. പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി മുറ്റടിച്ച് വരാനും പൂക്കളടാനും എല്ലാം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് മഴയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി കേട്ടോ. കാരണം ഇന്നെങ്കിലും വെള്ളത്തിൽ പൂവിടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ളൊരു സന്തോഷമാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എന്നും വെള്ളത്തിലല്ലേ പൂവിടാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ മുറ്റടിച്ച് വരലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് കുളിക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ പറയുക, മഴയും കാര്യങ്ങളൊന്നും ഇല്ല, മുറ്റത്ത് വെള്ളമൊന്നും ഇല്ലാത്ത കാരണം തന്നെ പൂവിടാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റും നല്ല സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇന്നലെ കുറച്ച് പൂവും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ കുറച്ച് ഇലകളും എല്ലാതും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് നല്ല ഇൻട്രസ്റ്റിലാണ് കേട്ടോ ഞാനിന്ന്. കുട്ടികളൊന്നും ഈ ഒരു സമയത്ത് നീച്ചിട്ടില്ല കേട്ടോ. ഞാൻ പിന്നെ നീപ്പിക്കാൻ പോയില്ല, അവർ കിടന്നുറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ജോലികൾ ഇന്ന് വേഗം തീർത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ അവരിൻ്റെ പിന്നാലെ നടക്കും കേട്ടോ. എന്താണെന്നുണ്ടെങ്കിൽ പുറത്ത് നല്ല കൊതുകും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അവരോട് കിടന്നുറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിതാ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിത് ഈ വളപ്പുകൂടെ എന്തെങ്കിലും നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കുറച്ച് പൂ പൊട്ടിക്കാണ്ട് കേട്ടോ. കുറച്ച് തന്നെ ഉള്ളൂ. ആ ഉള്ളത് അങ്ങോട്ട് പോയി പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമില്ല, ആ കുഞ്ഞിപ്പൂവുണ്ടല്ലോ, സൂര്യകാന്തി പോലത്തെ കുഞ്ഞിപ്പൂവ്, അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വളപ്പിലത് കഴിഞ്ഞ വർഷമൊക്കെ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ വർഷം അതിന് വേണ്ടിയിട്ട് കമ്മിയാണ് കേട്ടോ, കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. എന്നും ഓരോ 10 തികച്ച് കിട്ടില്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഉള്ളത് എന്നാൽ പൊട്ടിച്ചിട്ടുണ്ട് ഇടാമെന്ന് വിചാരിച്ചു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊന്ത പിടിച്ചിട്ടൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഞാനതൊന്നും വക വയ്ക്കാതെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കവുങ്ങിനും തെങ്ങിനൊക്കെ എന്താ പറയുക, കവുങ്ങും തെങ്ങൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ ആ കുഴിയിലേക്ക് കുഴി കാണും. പക്ഷേ മഴയൊക്കെ പെയ്ത് മണ്ണൊക്കെ നല്ല നനഞ്ഞ് നിൽക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇടിഞ്ഞ് വീഴുമെന്നൊക്കെ പേടിയുണ്ട് കേട്ടോ എനിക്ക്. എന്നാലും അരികത്ത് കൂടെ ഒക്കെ ഞാൻ നടന്നിട്ട് മെല്ലെ പോയിട്ട് പൂവൊക്കെ പൊട്ടിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നല്ല പൊന്തയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ രാവിലെ തന്നെ ആയ കാരണം കൊണ്ട് മഴയൊക്കെ ഒന്ന് ചാറിയതും ഒക്കെ, അതുകൊണ്ട് വല്ല ഇഴജന്തുക്കളോ എന്തെങ്കിലുമൊക്കെ കിടക്കണമെന്നുള്ള ടെൻഷനോ പേടിയൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, പൂ പൊട്ടിക്കണ്ടേ, വേറെ മാർഗ്ഗമില്ലല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ അല്ലേ ഉള്ളു പൂവ്. അപ്പോൾ ഉള്ള പൂക്കൾ എന്തായാലും പൊട്ടിക്കാതെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ നടക്കണമെന്ന് മാത്രം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നടക്കണോടത്ത് കൂടെ എന്താ പറയുക, ഈ മാറാലല്ല ഈ മാറാലിൻ്റെ 8 വല ഉണ്ടല്ലോ, ആ സംഭവം നിറയെ ഉണ്ട് കേട്ടോ. ഞാൻ തലേന്ന് ഉയർത്തി നിന്ന് കഴിഞ്ഞാൽ അപ്പൻ്റെ മുഖത്തുനിന്ന് ഇട്ടുട്ടോ. അങ്ങനെ ആയിട്ട് ഞാൻ കുറേ പൂക്കളൊക്കെ ഉള്ളതൊക്കെ പറിച്ചെടുത്തു കേട്ടോ. അവിടെ നിന്ന് അപ്പുറത്തുനിന്നും ഒക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതാ ഇവിടെ 3 കൂടി നിൽക്കണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇങ്ങോട്ട് എടുത്തു ഞാൻ. അപ്പോൾ ഈ മഴ പെയ്ത കാരണം കൊണ്ടാണ് കേട്ടോ എനിക്കൊരു പേടി മാത്രമല്ല, അതിന് നടക്കാനൊരു ബുദ്ധിമുട്ട്, എനിക്കൊരു അറപ്പൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ചവിട്ടുമ്പോൾ ഇങ്ങനെ പൂന്തി പോണ പോലെയൊക്കെ തോന്നുക. അപ്പോൾ മഴ ഇല്ലയെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഇത്രയും പൊന്ത വളരില്ലല്ലോ. അത് മഴ പെയ്യ കാരണം കൊണ്ടല്ലേ ഇങ്ങനെ വളർന്ന് നിൽക്കണേ. അപ്പോൾ അവിടുത്തെ കുറച്ച് പൂക്കളൊക്കെ പൊട്ടിച്ചതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, റോട്ടിക്ക്. ഇവിടെ അധികം പൂവൊന്നുമില്ല. ഈ കാക്കാപ്പൂവുണ്ടല്ലോ, ആ പൂ പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ മതിലിൻ്റെ മേലെ ഫോണും ക്യാമറ ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പൂ പൊട്ടിക്കാൻ വേണ്ടി പോയിരിക്കണത്. അപ്പോൾ റോട്ടിൽ കൂടെ പോകുന്ന ആൾക്കാർ, വണ്ടിയിൽ പോകുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ക്യാമറ ഒക്കെ വെച്ച കാരണം കൊണ്ട് ഞാൻ അപ്പോൾ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ നിൽക്കണമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഉള്ള പൂവ് അവിടെ 5-6 നിൽക്കുന്നുണ്ട്. പിന്നെ മേലെ നിൽക്കുന്നുണ്ട്. അതാണെങ്കിൽ എനിക്ക് എത്തൂല്ല. എത്തണോടത്തുള്ള പൂക്കളൊക്കെ ഞാനൊന്ന് പൊട്ടിച്ചു കേട്ടോ. അധികമൊന്നുമില്ല, ഒരു 2-3 കിട്ടിയതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും പൊട്ടിച്ചിട്ടുണ്ട് പോന്നു കേട്ടോ. അപ്പോൾ ആ ബസ്സൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഫോണൊക്കെ എടുത്തിട്ട് ഓടിയിട്ട് അവിടെ നിന്ന്. പിന്നെ ഇപ്പോൾ അതാ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാനിതാ പൂക്കളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ചാണകമൊക്കെ ഒന്ന് തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ തറയൊന്നും ഇട്ടിട്ടില്ല, ഇടണം തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഉത്രാടം എന്ന് പറയുന്നത് അത്തത്തിൻ്റെ തലേ ദിവസം ഉണ്ടല്ലോ, നല്ല മഴയായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ അത് പറഞ്ഞിട്ട് തറയൊന്നും ഇടാൻ പറ്റിയില്ല. ഏട്ടൻ വന്നിട്ട് ഏട്ടൻ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടനാണെന്നുണ്ടെങ്കിൽ അന്ന് എന്താണാവോ പതിവ് പോലെയല്ല, നേരെ വൈകിട്ടാണ് വന്നു കേട്ടോ ഏട്ടൻ. പിന്നെ തറയൊന്നും ഇടാനായിട്ട് നിന്നില്ല. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഈ രാവിലെ മുറ്റത്തിട്ട് ചാണകം തേച്ചിട്ട് അങ്ങനെ ഇട്ടോ, അതാ നല്ലത് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ അതുപോലെ തന്നെ ചെയ്തു കേട്ടോ. തറയ്ക്കൊന്നും നിന്നില്ല, വേഗം ചാണകം തേച്ചിട്ടാണ് പൂവിടാന്ന് വിചാരിച്ചു. അതാണ് ഉണ്ടായത്.
ഞാൻ പൂവിടുന്ന നേരത്ത് കണ്ട് 2 എണ്ണം ഉറക്കത്തിൽ നീച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പൂവിടണ മുതൽ കഴിയണ വരെ അവരവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വീഡിയോയിൽ കാണിച്ചില്ലെന്നേ ഉള്ളൂ. അപ്പോൾ കിച്ചും തുമ്പിയൊക്കെ ഉറക്കത്തിൽ നിന്ന് വന്ന് നീച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പൂവിടുന്നത് നോക്കിയിട്ട് അവർക്കതൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ കിച്ചു കൊതുകടി കാരണം കൊണ്ട് കിച്ചു ഇവിടെ ഇറങ്ങിയില്ല കേട്ടോ. അപ്പോൾ ഞാനപ്പോൾ കിച്ചുവിനുള്ള റൈസൊക്കെ ഒന്ന് അവൻ്റെ ബോക്സിലാക്കി വെക്കുകയാണ് കേട്ടോ, അവന് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പൂടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ, അപ്പോൾ ബാക്കി അടുക്കളത്തെ ജോലികളെല്ലാം തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പരിപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ നരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇന്ന് സാമ്പാറാണ് കേട്ടോ വെക്കുന്നത്. സാമ്പാർ വന്നു കഴിഞ്ഞാൽ സാമ്പാർ കഷ്ണങ്ങളൊന്നും അല്ല കേട്ടോ, മുഴുവൻ ഒരു വെട്ടിക്കൂട്ട് കറി കേട്ടോ. അപ്പോൾ സകല സാധനങ്ങളും വെട്ടിക്കൂട്ടിയിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ വെണ്ടയ്ക്കൊക്കെ എടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക് കുറച്ച് ദിവസമായി ഫ്രിഡ്ജിലിരിക്കണം. അപ്പോൾ അത് കാരണം ചെറിയൊരു വാട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്ന് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് വേവിക്കുക, വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും കൂടി ഇട്ടിട്ടാണ് സാമ്പാറൊക്കെ വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ കിച്ചുവിന് പോകേണ്ട സമയമൊക്കെ ആയിട്ടോ. അപ്പോൾ അവന് കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് ഡ്രസ്സ് മാറ്റലും എല്ലാം കഴിഞ്ഞു. സുന്ദരക്കുട്ടപ്പനായിട്ട് എൻ്റെ കിച്ചു സ്കൂളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ തുമ്പിയും കുളിക്കലൊക്കെ കഴിഞ്ഞു. തുമ്പിക്ക് ഇന്ന് അംഗനവാടിയൊന്നും ഇല്ല കേട്ടോ, ഒന്ന് അവൾക്ക് ലീവാണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ജോലികളാണ് ചെയ്യാൻ തുടങ്ങി. പിന്നെ തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നു, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതൊക്കെ ഒന്ന് വേഗം തിരുമ്പിയെടുത്തു. കുറച്ചുള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കഴിഞ്ഞ ദിവസം വൈകുന്നേരത്ത് ഞാൻ തുണികൾ കുറച്ചുണ്ടായിരുന്നൊക്കെ തിരുമ്പിയിട്ടു. അത് കാരണം കൊണ്ട് രാവിലേക്ക് കുറച്ചുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഉള്ള തുണികൾ വേഗം കണ്ട് തിരുമ്പിയിട്ടു. അതൊക്കെ ഒന്ന് ഉണക്കാനായിട്ട് ഇടുന്നൊക്കെ ഉണ്ട് വലിയ ഇതിൽ. പക്ഷേ അപ്പുറത്തുനിന്ന് മഴക്കാർ ഇങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മഴ പെയ്യാനായിട്ട് പെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക തുണികളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്താ ഇത് മഴ വരുമ്പോൾ തുണികൾ എടുക്കുക പിന്നെ ഇടുക, തന്നെ ഇടയ്ക്ക് പണി. എങ്ങനെയൊക്കെ ഉണങ്ങി കിട്ടണ്ടേ. ഇടാൻ വേറെ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും പ്രശ്നമില്ല, ഞാൻ മുറ്റത്തേക്ക് ഇറക്കില്ലായിരുന്നു. പക്ഷേ കണ്ടില്ലേ മഴ, അപ്പോൾ നല്ല മഴ പെയ്യുകയും ചെയ്തു കേട്ടോ. ഞാനപ്പോൾ ഓടിപ്പോയിട്ട് തുണികളൊക്കെ വേഗം എടുത്ത് വെച്ചു. എന്നിട്ട് എന്താ പറയുക മഴ കുറച്ച് നേരം കണ്ടുന്നു. അപ്പോൾ നമ്മുടെ പൂക്കളൊക്കെ കണ്ടില്ലേ ഒരു ഭാഗത്തു നിന്ന് ഒലിച്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാലും എന്താ പറയുക ഈ മഴ അതൊക്കെ കൊണ്ടുപോട്ടോ. പിന്നെ എന്താ പറയുക അത്ര നല്ല ഭംഗിയിടേണ്ട ആവശ്യമൊന്നുമില്ല, എന്തായാലും കൊളാവും. അപ്പോൾ അങ്ങനെ തന്നെയാണ് എല്ലാ ദിവസവും ഉണ്ടാവാറ് കേട്ടോ. അത്തം മുതൽ ഇന്നത്തെ വരെ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. മഴയൊക്കെ ഇങ്ങനെ എന്താ പറയുക കൊളാക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് വെള്ള തുണി വെച്ചിരിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡെയിലി യൂസിനുള്ള ടോപ്പാണ് കേട്ടോ. ഈ ഒരു ടോപ്പാണ് ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത്. എനിക്കുള്ളതല്ല കേട്ടോ, അമ്മൂനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈനിങ്ങിന് പകരം ഞാൻ എന്താ പറയുക മുണ്ടിൻ്റെ ഒരു കഷ്ണമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ഉള്ളിലത്തെ തുണിയല്ല, അത് കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടി അതാ കടന്നുറങ്ങിയിട്ട് അങ്ങനെ എൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. കുറച്ച് നേരം ഫോണിൽ ഇങ്ങനെ ഷോർട്സ് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ഈ ഒരു പാലട മിക്സ് അല്ല പാലട പായസം കണ്ണിൽ പെട്ടത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം പോയിട്ട് കടയിൽ നിന്ന് പാലട മിക്സും പാലൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടു. എനിക്ക് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ പെട്ടെന്ന് കഴിക്കണം തോന്നി കഴിഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ കഴിക്കണം കേട്ടോ. അതാണ് എൻ്റെ ഒരു ശീലം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പാലൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് വന്നു. പാലിലൊക്കെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പാലട മിക്സ് ആയ കാരണം കൊണ്ട് തന്നെ ഇതായിരിക്കും ചേർക്കലേ വേണ്ടുള്ളൂ, വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പാലട മാത്രം സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയെടുക്കണം. അപ്പോൾ അതാ കുറച്ച് നെയ്യും എല്ലാതും ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ നമ്മുടെ പായസത്തിനൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ ആ പിങ്ക് നിറം അങ്ങോട്ട് വരുന്നില്ല കേട്ടോ ഞാൻ എത്ര ശ്രമിച്ചിട്ടും. അപ്പോൾ അതറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എനിക്കത് അറിയില്ല അതെങ്ങനെ ആക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പായസമൊക്കെ നന്നായി റെഡി ആയിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കിച്ചു ഒന്ന് പായസം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവന് പിന്നെ പായസം കിട്ടിയേ പറ്റുമെന്ന് പറഞ്ഞു കേട്ടോ. തുമ്പിക്കുട്ടിയാണ് നല്ല ഉറപ്പ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.